ഇവിടെ കേരളം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് ജനങ്ങളുമായി വളരെ സജീവമായി ഇടപെടുന്ന ഒരു മേഖലയാണ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യം, ജനങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സർക്കാരിനോട് പറയുന്ന ഒരു വാതിൽ എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, അത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദൂര ഭാവിയിൽ തന്നെ ഇന്ത്യ ലോകത്തിന്റെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ ഈ ഒരു യാത്രയിൽ ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളും വികസിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ മൊത്തം പ്രദേശങ്ങൾ വികസിക്കാൻ മാത്രമാണ് ഈ രാജ്യം ഒന്നാകെ വികസിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായാണ് നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നിയമങ്ങൾ കൊണ്ടുവന്നു, അധികാര വികേന്ദ്രീകരണം നടത്തി, വരുമാനാധികാരം ജനങ്ങൾക്ക് വിഹിതിച്ച് നൽകിക്കൊണ്ട് അതിലുള്ള ഫണ്ടുകൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹീതമായ ഒരു സംവിധാനം നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ലോകത്തേറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യമാണ്. പല ജനാധിപത്യ രാജ്യങ്ങളും നാമമാത്രമായി കൊണ്ടിരിക്കെ ഇന്ത്യ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വളരെ ജനകീയമായി കൊണ്ട് ജനാധിപത്യം ഇവിടെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ ഇവിടെ വലിയൊരു ഘടകം